building. ഇതാണ് പുത്രജെ ബ്രിഡ്ജ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക് നമ്മുടെ ഗുജറാത്തിലൊക്കെ ബ്രിഡ്ജില്ല. ഞാൻ ഗുജറാത്തിൽ പോയിട്ടില്ല, പക്ഷെ ഞാൻ കണ്ട്. അതായത് അഹമ്മദാബാദിൽ ഇതുപോലത്തെ ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടത്. സെയിം ഇതുപോലത്തെ സ്ട്രക്ചർ. ഇറ്റ്സ് അഹമ്മദാബാദിൽ ഇതേമാതിരി ബ്രിഡ്ജ് ഇருக்கு കോംബ്രോ in India. I see. Where Prime Minister's hometown. There is a bridge like this. I heard. I have not seen. ഇതുവരെയ്ക്ക് പാത്തതില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഈ കോവൻ ബ്രോ എടുത്ത്. കോവൻ ബ്രോ നമ്മളെ കൊണ്ട് ശരിക്കും ഓടി വന്ന് അദ്ദേഹത്തിന് അപ്പം എപ്പോഴൊക്കെ ഫ്രീ കിട്ടുമോ അപ്പോഴൊക്കെ വണ്ടി എടുത്തുകൊണ്ട് വന്ന്. കാര്യം ഇദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ദൂരെ. അതാ ഇപ്പോൾ എൻ്റെ അടുത്ത് പോലും കോവൻ ബ്രോ വന്നിട്ട് വണ്ടിയായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സെക്കൻഡ് തോട്ട് അടിക്കും. കാര്യം 2-2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഓരോ സ്ഥലത്തോട്ട് പോകണം. ബട്ട് ഹീ ഈസ് ടേക്കിംഗ് ഇറ്റ് വെരി ഈസി, ലൈക്ക് ഈവൻ 5 seconds or 5 minutes, I don't know. Underneath is a river. Top is what you call road. Down is a tunnel. പിന്നെ കോവൻ ബ്രോ പറഞ്ഞ അണ്ടർഗ്രൗണ്ട് 5 കിലോമീറ്റർ അണ്ടർഗ്രൗണ്ടിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ബ്രിഡ്ജ്, റിവർ ബ്രിഡ്ജ്. ഓക്കെ അവിടെ അങ്ങോട്ട് വണ്ടി പാസ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ഒരു വെറൈറ്റി ആയിട്ടിരിക്കും, നമുക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അപ്പൊ നമ്മൾ അതിലോട്ടാണ് പോകാൻ പോകുന്നത്. പഴയ കോളാണ് മലേഷ്യയിൽ കണ്ട പഴയ കോള്. മേഘമല്ല ഇരുണ്ട് ഭയങ്കര ഡാർക്ക്. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു കൺട്രി വന്നിട്ട് ഇത്രയും ഡാർക്ക്. അത് മലേഷ്യ വന്നിട്ട് ഇത്രയും ഡാർക്ക്, ഭയങ്കര ഡാർക്ക് കേട്ടാ. ഇതിൽ കൂടെ പോകാൻ പോവാ കേട്ടാ, ടണലിന്റെ അടിയിൽ കൂടെ. കോവൻ ബ്രോ നമ്മളെ ടണലിന്റെ അടിയിൽ കൂടെ കൊണ്ടുപോവാണ്. നമ്മളപ്പോൾ ടണലിന്റെ അടിയിൽ കൂടെ പോവാണ്. നമ്മൾ നോക്കാം. റിവറിന്റെ അടിയില്ലേ, അണ്ടർ ദ റിവർ they have constructed a tunnel. We can see the glass. Nothing. No. We can see underneath is a river. Under the river. Okay. No, down the river, up the road. In between we are going. This is 5 kilometers. 500 meters. റോഡിന്റെയും നദിയുടെയും ഇടയ്ക്ക് ഒരു ചെറിയൊരു ടണൽ പണിഞ്ഞ് നമ്മൾ അതേ വഴി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാലാവസ്ഥ കേട്ടാ. അതിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം. നല്ല ബ്യൂട്ടിഫുൾ കാഴ്ച കേട്ടാ. നല്ല രസമുണ്ട് ഇതിനകത്ത്. ഒരു വെറൈറ്റി ടണൽ. 5 കിലോമീറ്റർ ഉണ്ടല്ലേ? 5 കിലോമീറ്റേഴ്സ്. ചെറിയ ദൂരമല്ല, 5 കിലോമീറ്റർ എന്ന് പറയുന്നത് നല്ല ദൂരം തന്നെയാണ്. മഴ കേട്ടാ, മലേഷ്യൻ മഴ. കൊള്ളാണ്. ഭയങ്കര ഒടുക്കത്തെ മഴ കേട്ടാ, ഹെവി റെയിൻ. ഇവിടെ ഉള്ളവർക്ക് പോലും അറിയാൻ വയ്യ ഇപ്പൊ എപ്പം മഴ പെയ്യും എപ്പം. இங்கேயா? நான் சொல்லுவேன், நான் கடவுள் இல்லப்பா. முடியாது. எப்ப மழை வரும் எப்ப வெயில் அடிக்குன்னு சொன்னாக்கா நான் கடவுள். இல்ல எங்க ஊர்ல தெரியும் இந்த இப்ப மழை வரும். ஒரு இடம் இருக்கு இங்க டைப்பிங் சொல்லுவாங்க. அங்க பெட்டிங் பண்ணுவாங்க. மணி use money, betting. What time the rains come, they will tell every day got raining. Every day that place go raining, but they will buy 12 o'clock, 12:15. So they buy with the one banker. They will sell how much? 1 ringgit. Then they will give 10 ringgit extra. It's like that like you're buying like a lottery. Commodity. Like a lottery. Trading. So raining, இன்னைக்கு மழை எப்படி பெய்யுதுன்னா இன்னைக்கு எத்தனை மணிக்கு மழை பெய்ய போகுது அப்படின்னு நீ எழுதி கொடுத்துட்டீங்கன்னா pay and buy how much you want to buy. So அதுக்கு தகுந்த மாதிரி இதெல்லாம் வச்சிருக்காங்க. Every day got raining. அந்த ஜோன்ல மட்டும். அந்த what is that zone's name? Typing.
ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, കോംബ്രോ പറഞ്ഞ ടൈപ്പിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മഴയെ വെച്ചിട്ടാണ് ബെറ്റ് ചെയ്തതെന്ന്. അതായത് ഇന്ന സമയത്ത് മഴ വരുമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ബെറ്റ് ചെയ്യണം. അതാ നമ്മൾ പറയുന്ന സമയത്ത് മഴ പെയ്തില്ലെങ്കിൽ ആ കാശ് പോകും, ഇല്ലെങ്കിൽ ഒരുപാട് പൈസ കിട്ടും. എന്തൊക്കെ വിചിത്രമായിട്ടുള്ള ട്രേഡിങ്ങാണ് നോക്കി ഈ ലോകത്ത് നടക്കുന്നത്. കൊള്ളാം. നമ്മളവിടെയൊക്കെ എന്ത് ബെറ്റിങ്ങാണ് ചെയ്യേണ്ടത്. ഒക്കെ മഴ, നല്ല മഴ പെയ്യുന്നു. റോഡ് വിസിബിലിറ്റി തീരെ കുറവാണ്. ഇതും കാണാൻ വയ്യ റോഡ്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയാണ് ഇദ്ദേഹത്തെ. ഐ ആം പുട്ടിങ് ടു മച്ച് ഓഫ് സ്ട്രെയിൻ ഓൺ ഹിം. കാരക്കുടി റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുക. കാരക്കുടി റെസ്റ്റോറൻറ്റ് മീൽസ് ഓർഡർ ചെയ്ത് തങ്കച്ചിക്ക് സൂപ്പ് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ സൂപ്പില്ലായിരുന്നു. അർജിത്ത് ഉണ്ടാവും ഇലയും അരച്ച് വെച്ച് നമ്മൾ കത്തിരിക്ക കുളമ്പ് റൈസ് കഴിച്ചു നോക്കിയിട്ട് പറയാൻ കേട്ടോ എങ്ങനെ ഉണ്ട്. മലേഷ്യയിൽ എവിടെ ചെന്നാലും പശുമ്പാല് കിട്ടത്തില്ല, പക്ഷേ ഈ ഹോട്ടലിൽ കിട്ടും. ഈ ഹോട്ടലിൽ പശുമ്പാല് കിട്ടും. അങ്ങനെ 5-6 ദിവസം കഴിഞ്ഞ് പശുമ്പാലിൻ്റെ ചായ കുടിച്ചു. പിന്നെ കോംബ്രോ കുടിക്കുന്നുണ്ടാവും. ഇത് കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് മറ്റേ ടിന്നിൽ കിട്ടുന്ന പാല്. ഇവർക്കിതാ ഇഷ്ടം. കാര്യം ഇവർ ചെറുതിലെ ഇതാ ശീലിച്ച്. നമ്മുടെ നാട്ടിൽ ഈ ഒരു ചായ കുടിച്ചുകൊണ്ട് നമുക്ക് ഈ ചായ ഇഷ്ടം. അങ്ങനെ കുറേ ദിവസം ശേഷം മലേഷ്യ വന്ന് ഇറങ്ങിയതിന് ശേഷം ഇതുവരെ ഞാൻ പാൽ ചായ കുടിക്കില്ല. പാൽ ചായ നല്ല മഴ കേട്ടാ. ഞങ്ങൾ ഈ ഹനീഫ സ്റ്റോഴ്സിലോട്ട് വന്നു. ഹനീഫ സ്റ്റോർ ഇവിടെ എല്ലാം നമ്മുടെ ഇവിടെ നിന്ന് ടൂറിസ്റ്റ് വരുന്നവരെല്ലാം ഇവിടെ വന്നാണ് എടുക്കുന്നത്. ഈ ഹനീഫ സ്റ്റോർ റെസ്റ്റ് ഏരിയ. റെസ്റ്റ് ഏരിയ. ഓക്കെ, വി ഗോ ഇൻസൈഡ് slowly. We go, I come. Abba. Entrance next door. Upstairs. ഭയങ്കര വലിയ കടയാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടു. നല്ല മഴയുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ പോയി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇരിക്കും. അടിപൊളി കേട്ടോ, അടിപൊളി സ്റ്റോർ കേട്ടോ, ഭയങ്കര സ്റ്റോർ. കോഫി പൗഡർ ഇതെന്നെ കോഫി ഇത് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞോളാം കേട്ടോ. പക്ഷെ ഞാനങ്ങ് എടുക്കുക കൂടി. മേലെ പോകാം. ഇപ്പം നമ്മൾ പഴകാത്ത ഇതന്നെ അടിയില്ല. തന്നിട്ടല്ല അങ്ങനെ പോട്ടു എന്നാ ടീ വേണ്ട, നമ്മൾ നിർത്ത്. நான் നിർത്ത പോകണം. സോറി നമ്മൾ നിർത്ത പോകണം. അടിപൊളി കേട്ടാ, ഒരുപാട് വെറൈറ്റി. ചോക്ലേറ്റ് സിറപ്പ് ഇതില്ല കേട്ടാ. ചോക്ലേറ്റ് അപ്സ്റ്റേഴ്സ് ഗോ സ്ട്രൈറ്റ്. ബ്രൗൺ റൈസ് ഒക്കെ ഉണ്ടല്ലോ. എന്തുവാ പ്രൂൺസ് സൺ സ്വീറ്റ്സ് പ്രൂൺസ് ചോക്ലേറ്റ്. മൊത്തം കൺഫ്യൂഷനാണ് ഗൈസ്. ക്യാൻഡിയൊക്കെ നോക്കാം, അടിപൊളി കേട്ടാ. അയ്യോ, നമ്മളൊന്നും ഇതുവരെ കേൾക്കാത്ത ചോക്ലേറ്റുകൾ. 35 ഇതാണ് 18 9 അന്നേക്ക് ചുമ്മാ ധന്യ എല്ലാം എടുക്കുകയാണ് ഗൈസ്. ഞാൻ പറഞ്ഞത് കളറാണ് ഡേഞ്ചറാണെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നു. അപ്പോൾ ആ ചോക്ലേറ്റ് ഇത് മലേഷ്യ ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് അല്ല. 13 ഇതാണ് ഭയങ്കര വേറെ ഐറ്റം കേട്ടാ. നമ്മളവിടെ സുപ്രീമിൽ മാത്രമേ കിട്ടൂ. അത് പെട്ടെന്ന് അങ്ങ് തീർന്നു. കുനാഫ ചോക്ലേറ്റ്, പിസ്ത ചോക്ലേറ്റ് എന്നൊക്കെ പറയും. കുനാഫ പിസ്ത ചോക്ലേറ്റ്. ഇത് കണ്ടാ എന്തുമാത്രം സാധനങ്ങളിരിക്കുന്നു. ബാക്കിയെല്ലാം റാൻഡം ചോക്ലേറ്റ്. Plenty of chocolates. നമ്മളെ ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് കയറി ഇരുന്ന് നമ്മളിന്ന് ഓരോ സാധനങ്ങളും
ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു കട ഇവിടെ ഉണ്ടാ, സ്വർണ്ണക്കട, അടിപൊളി. അനീഫ ജ്വല്ലറി, ഭയങ്കര ഫിനിഷിങ് കേട്ടോ ഗൈസ്. സ്വർണ്ണത്തിന് ഭയങ്കര അടിപൊളി, സൂപ്പറായിരിക്കും. വളയൊക്കെ നല്ല ഒറിജിനാലിറ്റി ഇതാ, പിന്നെ അടിപൊളി കേട്ടോ. നെക്ലസൊക്കെ നമ്മൾ കാണാത്ത ഒരു വെറൈറ്റി. ഈ നെക്ലസൊക്കെ നമ്മൾ ഒരിക്കലും ഒരു കടയിലും കണ്ടിട്ടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇടിച്ച് കയറാൻ. നോക്കിയേ, കമ്മലൊക്കെ നോക്കിയേ, വള കണ്ടില്ലേ? ഇത് ഗോൾഡ് കവറിങ് അല്ലേ, ഇതൊക്കെ ഗോൾഡ് കേട്ടോ, പക്ക 916 ഗോൾഡ്. മോതിരം പ്രൈസ്, മോതിരം ഇത് ബ്രേസ്ലെറ്റ് കണ്ട, അടിപൊളി ബ്രേസ്ലെറ്റ്, കിടില അടിപൊളി, നന്നായില്ല കേട്ടോ. 916 ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ നമുക്കെടുക്കാം. പർച്ചേസ് യുവർ കറണ്ട് റേറ്റ്, പേ ഓൺലി ദ 50%, ബാലൻസ് 6 months. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കിട്ടും. അതേ ഫ്ലോറിൽ തന്നെ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. ഓരോ കടയിൽ പോകുമ്പോഴാണ് അതിന് ഓരോ പ്രത്യേകത. വേണ്ട, നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ ലുല്ലുവാണ് വലുത്. അപ്പോൾ അതിനേക്ക് അതിക്കും മേലെ വേറെ കടകൾ ഇഷ്ടംപോലെ കടകളാ. പെർഫ്യൂമിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഫ്ലോർ ഇതാ. നോക്കുക, അത്തർ ഇതാ, പല ടൈപ്പ് അത്തർ, ഇഷ്ടംപോലെ അത്തർ. ഞാൻ പെർഫ്യൂം ഇപ്പോൾ കുറച്ച് ദുബായി പോയതിനു ശേഷം അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. അത്തറാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത്തർ അവിടെ നിന്നല്ല വാങ്ങിയത്, ഓൺലൈൻ വഴിയിൽ ആമസോൺ വഴിയാണ് അത്തർ വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ച അത്തർ നല്ല അടിപൊളി അത്തറ കേട്ടാ. ദുബായി പോലും ആ അത്തർ കിട്ടിയിട്ടില്ല. ഏതാ നമ്മൾ ഓൺലൈനിൽ കിട്ടും അടിപൊളി അത്തർ. ഇവിടുത്തെ അത്തർ കാണുമ്പോൾ ഒന്ന് വാങ്ങണമെന്നുണ്ട്. ഇത് ഈ പൂവുള്ള അത്ര ഒരുപാട് പേര് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ നാട്ടിലോട്ട് കൊണ്ടുവരുന്നു. പിന്നെ ഈ അത്തറിൻ്റെ മണവും ഡെഡ് ബോഡിക്ക് അടിക്കുന്ന ഒരേപോലെ. അത് കാരണം ഞാനിപ്പോൾ ഈ പ്രാവശ്യം ഇതുപോലത്തെ അത്തർ ഉപയോഗിക്കാറില്ല. എന്നാലും നമുക്കൊന്ന് മണത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നോക്കട്ടെ ഗൈസ്. കുഴപ്പമില്ല കേട്ടോ, നല്ല മുല്ലപ്പൂവിൻ്റെ മണം കിട്ടില്ല കേട്ടോ. നമ്മൾ ദുബായിൽ നിന്ന് ഈ കമ്പനി അല്ല, അപ്പോൾ ഇതുപോലത്തെ ഒരു അത്തറ വാങ്ങിച്ചത്. അതൊരുമാതിരി ഡെഡ് ബോഡിക്ക് അടിക്കുന്ന അത്തറിൻ്റെ മണമാണ് പിടിക്കുന്നത്. തൊട്ട് ദിസ് കോവൻ ബ്രോസ് ഡാഡ് ആൻഡ് മോം. ഞങ്ങളങ്ങനെ കോവൻ ബ്രോയുടെ പഴയ കഥകളെല്ലാം കേട്ട് ഇങ്ങനെ പോവുകയാണ്. ഭയങ്കര ട്രാഫിക് കേട്ടാ. Tomorrow is what the function? Independence Day is when? No, to finish it independent. Now tomorrow is a Muslim festival. It's a Muslim festival tomorrow. അത് കാരണം റോഡെല്ലാം ബ്ലോക്ക് ആയിരിക്കുക. വീക്കെൻഡാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ജോലിയും കഴിഞ്ഞ് ഓരോ സ്ഥലത്തോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഇവിടെ റോഡ് മൊത്തം ട്രാഫിക്കാണ്. ഇച്ചിരിയേ ഉള്ളൂ ഇത് പോകാനായിട്ട്. എത്ര സമയം എടുത്തു കേട്ടോ? Last doctor. Oh man, lovely. Going by the doctor. അപ്പോൾ ഞങ്ങളെ താഴെ ഡിന്നറിന് വേണ്ടിയിട്ട് ആ ചെറിയ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ഫുഡ് വാങ്ങിക്കാൻ പോവാം. ഓൺലൈൻ വഴിയിൽ ഇവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. പക്ഷേ ഇവർ താഴെ വന്ന് നിൽക്കും. അപ്പോൾ ചിലപ്പം വെയിറ്റ് ചെയ്തിട്ട് പൊയ്ക്കളയും. അത് എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ റൂമിലോട്ട് ഡെലിവറി ഇല്ല. താഴെ നമ്മൾ ലോബിയിൽ എവിടെയെങ്കിലും പോയിട്ട് വേണം വെയിറ്റ് ചെയ്യാൻ. താഴോട്ട് പോവുകയാണ്. ലാസ്റ്റ് ഡേ ആണ്. ഹർദേവിന് നല്ല രീതിയിൽ ചുമയും പനിയും പിന്നെയും അടിച്ച് മൂക്ക് ചെറുതായിട്ട് മാറി വന്ന്. ഹർജിത്ത് മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു. നാളെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. മറ്റന്നാൾ രാവിലെയാണ് ഫ്ലൈറ്റ്. എങ്ങനെയെങ്കിലും കൊല്ലത്തോട്ട് വന്നാൽ മതി. ഹോം സ്വീറ്റ് ഹോം. ഓക്കെ, ചെന്നിട്ട് താഴെ ചെന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ഇവിടുത്തെ പുതിയ നിയമം നോക്കണം. ഇവിടെ ബിയറൊക്കെ വിൽക്കും, പക്ഷേ 7 മണി മുതൽ 9 മണി വരെ. ഞങ്ങൾ ഒരു ബർഗർ വാങ്ങിച്ചത്, റെഡിമെയ്ഡ് ബർഗർ. നോക്ക്, ഇതാണ് ആ ബർഗർ വാങ്ങിച്ചത്. മൈക്രോ ഓവനിലോട്ട് വെച്ച് ഇപ്പോൾ സമയം രാത്രി 11 മണിയായി. അങ്ങനെ ഞങ്ങൾ നേരെ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഡിന്നർ. എനിക്ക് വിശപ്പില്ല, ഞാൻ നല്ലപോലെ കഴിച്ചു. മക്കൾക്കൊക്കെ നല്ല പനി. ഓക്കെ, ലെറ്റ്സ് ഗോ. യു ബ്രോട്ട് 3 നൂഡിൽസ് എവറി ടൈം. നൂഡിൽസ് ചൂടടിക്കും. ഇല്ല പാക്കറ്റ്